കാടിൽ പോകാൻ വേണ്ടിയിരുന്നു. ആണോ? ആനയും പുലിയും ഒക്കെ ഉള്ള ഒരു കൊടും കാടാണ്. അവര് കൂടുതലും കാട് ആശ്രയിച്ചാണ് ജീവിതം. ഇപ്പോഴും കാട് ആശ്രയിച്ചെന്ന് പറഞ്ഞ തേന്, നെല്ലിക്ക, പൂപ്പല. കേരളത്തിലുള്ള മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി, അവിടേക്കുള്ള യാത്രയാണ്. മൈസൂരിനെയും കാലിക്കറ്റിനെയും ബന്ധിപ്പിക്കുന്ന അതിമനോഹരമായ കൊടുങ്കാടിൻ്റെ നടുവിലൂടെയുള്ള 266 നാഷണൽ ഹൈവേ, അതിലൂടെയാണ് എൻ്റെ യാത്ര. എന്തായാലും മുത്തങ്ങയിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞുതരാം. ആണോ? വീട്ടിലാരൊക്കെ ഉണ്ട്? മോന്, മോള്, അച്ഛന്, എന്റെ ഭർത്താവ്. ആണോ? ഇതാരത്? അത് എന്റെ അയൽവക്കം. ആണോ? എന്താ പേര്? മൂക്കി മൂക്കി. വീഡിയോ എടുക്കാൻ വരും. വീഡിയോ നമ്മളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നോളൂ. പേര് പറഞ്ഞോളി. മൂക്കി. മൂക്കി. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ നാല് മക്കളും. ആണോ? ശരി. വേറെ കുട്ടികളല്ലേ? സുഖല്ലേ? സുഖല്ലേ? ഭക്ഷണം കഴിച്ചോ? ഓ ശരി, പോട്ടെ. ആണോ? അവിടെ മുത്തങ്ങ ആരുമില്ല. ഞങ്ങള് ആ മറ്റേ കാടിൽ പോവാൻ വേണ്ടിയിരുന്നു. ആണോ? കോഴിക്കോട്. ആണല്ലേ? നോക്കി പോവാ. ശരിയേ? ബാക്കിൽ കണ്ടില്ലേ, ഞാൻ മുത്തങ്ങേൻ്റെ കേരള കർണാടക ബോർഡർ മുത്തങ്ങയിൽ ഈ ഒരു ബോർഡ് കണ്ടപ്പോഴാണ് നിർത്തിയതിട്ടോ. കാട്ടുതേൻ, കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാട്ടുതേൻ ഇവിടെ വൈൽഡ് ഹണി അവൈലബിൾ ആണ്. ഒന്ന് പുറത്ത് ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് ഈ ഹണി എന്നുള്ള. അവിടുത്തെ റേറ്റ് ഒക്കെ നോക്കാമല്ലോ നമുക്ക്. നമ്മുടെ നാട്ടുകളിലും സിറ്റികളിലൊക്കെ കിട്ടുന്ന ഹണി എന്ന് പറയുന്നത് ഒരുപാട് എക്സ്ട്രാ ആർട്ടിഫിഷ്യൽ കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഹണിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ, വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന ഈ ഒരു ഹണി യൂണിറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് ഹണി പർച്ചേസ് ചെയ്യാം. നല്ലൊരു ഓപ്ഷനാണ്. ഇവിടെ എന്തായാലും നിങ്ങൾ വരണം. നമ്മുടെ മാമുക്കോയ പറഞ്ഞ പോലെ എജ്ജാതി വണ്ട്, എന്തൊരു വലിപ്പമുള്ള വണ്ടാന്നറിയത്. സാർ എന്താ വില? 350. അത് ഇവിടെ തന്നെ എടുക്കുന്നതാണോ? എവിടെ നിന്ന് എടുക്കുന്ന ആണോ? ആരെ കൊണ്ടുതരാം? ഇവർ ഇവിടുന്ന് കൊണ്ടുതരും. ഒരു 2 ബോട്ടിൽ എടുത്തോളൂ. 350 മാത്രമേ ഉള്ളൂ. അതിന് അല്ല, 350 മതി. കാർഡ് എടുക്കില്ലേ? കാർഡില്ലേ? ഇല്ലേ? എന്താ ഇത്? ഇത് ഗൂഗിൾ പേ പറ്റുമോ? അപ്പോൾ ഇവരുടെ അടുത്ത് നമ്മൾ മൊത്തമായിട്ട് വാങ്ങാം. ആരെ പാക്കിംഗ് ഒക്കെ ചെയ്യാം? ഇവിടെ തന്നെ ചെയ്യാം. ഇത് ആയിട്ടും ഗവൺമെൻറ് എംപ്ലോയി ആണോ? അപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് എന്തെങ്കിലും ആഡ് ചെയ്യോ? ഇല്ല, ഒന്നും ചെയ്യുന്നത് നാച്ചുറൽ ഫോർ അതേപോലത്തെ. അവരെന്തെങ്കിലും ആഡ് ചെയ്യില്ലേ മിക്കവാറും? ചെറുതായിട്ടെന്തെങ്കിലൊക്കെ. ആണോ? പേരെന്താ? പുങ്കി. എവിടെ വീട്? വേണിയാടോ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് എന്റെ മോനും പിന്നെ മോളും. മോനും മോളും? എന്താ കഴിക്കുക? ജോലി ചെയ്യോ? ജോലിക്കെല്ലാം പോകും. ജോലിക്ക് പോവോ? മോൻ എന്താ ചെയ്യുന്നത്? മോനും തന്നെ ഓളും തന്നെ. പിന്നെ ഇങ്ങനെ പഞ്ചായത്ത് പണി ഉണ്ടല്ലോ, അതിനും പോകും. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് വീട്ടിലേക്ക്? കുറച്ച് പോയാൽ മതിയോ? ഫുഡ് കഴിച്ചു? ഉച്ചയ്ക്കുള്ള ചോറ് കഴിച്ചാ? കഴിച്ചില്ല. ഇങ്ങോട്ട് പോന്നാ? പോയിക്കോ. ശരി. അങ്ങനെ സ്പോട്ടിലെത്തിയപ്പം വളരെ ആളുകൾ കുറവായിരുന്നു. കോവിഡിന് ശേഷം മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി തുറന്ന കാര്യം അധികം പേർക്കും അറിഞ്ഞുകൂടാ. സാധാരണ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ്. രാവിലെയും വൈകിട്ടുമാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് കൃത്യമായിട്ട് വരിക. അതേപോലെ ചേഞ്ച് വേണം കയ്യിൽ. ഒരുപാട് ജീപ്പുകൾ നിർത്തിയിട്ടായിട്ട് കാണാൻ പറ്റും. അതേപോലെ പോലീസ് ഉണ്ട്, പേടിക്കേണ്ട ആവശ്യമില്ല. ബോർഡർ ആയതുകൊണ്ട് തന്നെ പോലീസ് ഉണ്ട്. ഫ്രോഡുകളൊക്കെ വളരെ കുറവാണ്. ഒക്കെ പ്രോപ്പർ ചാനൽ ഗവൺമെൻറ്റായി നടത്തുന്നത് കൊണ്ട് തന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. ആദ്യം നിങ്ങൾ ആ കൗണ്ടറിൽ പോയിട്ട് പൈസ അടയ്ക്കണം. ചേഞ്ച് വേണം, ഞാൻ വീണ്ടും പറയുകയാണ്, ചേഞ്ച് വേണം. ഗൂഗിൾ പേ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ചെയ്തതിന് ശേഷം നിങ്ങൾ ജീപ്പിൻ്റെ അങ്ങോട്ട് പോവുക. ജീപ്പിൻ്റെ ആളോട് പൈസ ചോദിച്ചിട്ട് നമ്മുടെ വോളണ്ടിയറിൻ്റെ ഹെൽപ്പോട് കൂടി പൈസ പേ ചെയ്യാം. നമ്മുടെ അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് 140 രൂപയാണ് ഒരാൾക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 720 രൂപ എടുത്ത് ഒരു ജീപ്പ് ഹയർ ചെയ്യണം. അവിടെ ഒരുപാട് ജീപ്പ് വെച്ചിട്ടുണ്ട്. അതിനൊരു ജീപ്പിന് 720 രൂപയാണ്. അങ്ങനെ ആ 720 രൂപയ്ക്ക് നമ്മുടെ കൂടെ ഒരു ഗൈഡും ഉണ്ടാവും. അങ്ങനെ ജീപ്പ് മെല്ലെ നീങ്ങി തുടങ്ങി. എൻ്റെ കൂടെ ഒരു ഗൈഡും ഉണ്ട്, അതേപോലെ ഒരു ഡ്രൈവറും ഉണ്ട്, ജീപ്പ് ഡ്രൈവറും ഉണ്ട്. നല്ല കുലുങ്ങിയാണ് പോക്ക്.
കുറച്ച് നേരം ഇങ്ങനെ ഒരു കോൺക്രീറ്റ് റോഡുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നൊക്കെ എന്ന് പറഞ്ഞാൽ ട്രൈബൽ വില്ലേജുകളാട്ടോ. ഒരുപാട് ട്രൈബൽ വില്ലേജ് ഉണ്ട്. കുറച്ച് കഴിഞ്ഞാൽ കൊടുങ്കാടത്ത് മൊത്തം മരങ്ങളാണ്. അവിടെ കണ്ടില്ലേ മാൻകൂട്ടങ്ങളൊക്കെ ബാക്കിൽ. ജീപ്പിൻ്റെ ഡ്രൈവറും അതേപോലെ നമ്മുടെ ഗൈഡും ആദ്യമേ പറഞ്ഞു എത്ര മൃഗങ്ങളെ കാണും എന്നുള്ളതിൽ ഉറപ്പില്ല. കാരണം ഇതെന്ന് പറയുന്നത് എത്ര മൃഗങ്ങളെ കണ്ടു എന്നുള്ളതല്ല, ഒരു എക്സ്പീരിയൻസ് ആണ്. മേ ബി ഞാൻ കണ്ടിരിക്കുന്നത് കാട്ടുകോഴിയും മയിലും മാനുകളും മാത്രമാണ്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി മൃഗങ്ങളെ കാണാൻ പറ്റും. പക്ഷേ ഈ കാട്ടിൻ്റെ നടുവിലൂടെ യൂക്കാലിപ്റ്റസ് മരങ്ങളൊക്കെ നോക്കി കടന്നൽക്കൂടുകൾ കണ്ട് ഒരു രീതിയിലുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള ശബ്ദമോ കാറ്റോ ഒന്നുമില്ലാത്തൊരു യാത്ര എന്ന് പറയുന്നത് വളരെ ഒരു അനുഭൂതി നൽകുന്ന ഒരു യാത്ര തന്നെയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം അവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഈ ജീപ്പിൻ്റെ മുകളിൽ നിന്നിട്ട് കാട്ടിൻ്റെ നടുവിലൂടെയുള്ള യാത്രയാണ്. നിങ്ങൾ ഈ ചുറ്റും കാണുന്നതാണ് കൊടും കാടാണ്. നമ്മുടെ മെയിൻ മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ നിന്ന് നിയർലി 10-15 കിലോമീറ്റർ ഉള്ളിലേക്ക് ജനവാസമില്ലാത്ത കാടിലൂടെ ജീപ്പിലാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. വളരെ സാഹസികമായി ഇങ്ങനെ നിന്നിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഉള്ളിരുന്നിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒന്നും ക്ലിയർ ആവുന്നില്ല. ഇതെന്നെ ക്ലിയർ ആവുന്നുണ്ടെന്നുള്ള എനിക്ക് അറിഞ്ഞോടാം അല്ലേ. ചുറ്റും യൂക്കാലിപ്റ്റസ് മരങ്ങളാണ് ചുറ്റും കാണുന്നത്. ആനയും പുലിയും ഒക്കെ ഉള്ള ഒരു കൊടും കാടാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മ ഉണ്ടെന്ന് അറിഞ്ഞൂടാ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ടി വിയിൽ ലൈവായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു മുത്തങ്ങ ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം മുത്തങ്ങ എന്നുള്ള പേര് കേൾക്കുമ്പോൾ എനിക്കെപ്പോഴും ആ ഒരു വീഡിയോയും അന്നത്തെ വാർത്തകളുമാണ് മനസ്സിൽ വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തങ്ങയിൽ ജീവിക്കുന്ന കുറേയധികം കാടായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന കുറച്ച് ആളുകൾ ചേർന്നിട്ട് ഒരു ലേഡീൻ്റെ അണ്ടറിൽ ഒരു പ്രൊട്ടസ്റ്റ് നടത്തി. അവർക്ക് ലാൻഡ് വേണമെന്ന് പറഞ്ഞിട്ട്. അത് പിന്നെ വലിയൊരു പ്രശ്നമായി മാറുകയും നമ്മുടെ കേരള പോലീസായിട്ടൊരു ഏറ്റുമുട്ടലായി മാറുകയും പോലീസ് ഫയർ ചെയ്യുകയും ചെയ്തു. അത് വലിയൊരു ഇഷ്യൂ ആയി, അവർ തമ്മിലുള്ള അടി. അങ്ങനെ അതിൽ 5 പേരോളം മരണപ്പെട്ടു എന്നാണ് പിന്നീട് കണക്ക് വന്നിരിക്കുന്നത്. ഒരുപാട് പൊളിറ്റിക്സും ഒരുപാട് കാര്യങ്ങളും ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. എനിക്ക് കൂടുതൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞുകൂടാ. നിങ്ങൾ മുത്തങ്ങ ഇൻസിഡൻറ്റ് വിക്കിപീഡിയയിൽ അടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പല ആളുകൾക്കും അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു വലിയൊരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട് മുത്തങ്ങയിൽ. ഈ കാടിൻ്റെ സൈഡിൽ കുറച്ച് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ലേഡീസ്, എനിക്ക് തോന്നുന്നത് കാട്ടിൽ ജീവിക്കുന്നവരാണെന്ന് തോന്നുന്നു, അവർ തോർത്തൊക്കെ വെച്ചിട്ട് എന്തോ മീൻ പിടിക്കുന്നുണ്ട്. അവർക്ക് എന്തോ വീഡിയോ എടുക്കുന്നത് താല്പര്യമില്ലാന്ന് തോന്നിയുകൊണ്ട് ഞാൻ കൂടുതൽ സമയം അവിടെ വീഡിയോ എടുത്തിട്ടില്ല. ഇപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഒരുപാട് പേര് കാടിനെ ആശ്രയിച്ചും അവിടുത്തെ ജീവജാലങ്ങളെ ആശ്രയിച്ചും ജീവിക്കുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും നിങ്ങൾ റോഡ് സൈഡിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ കഴിയുന്ന രീതിയിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. അവർക്ക് വളരെ സന്തോഷമായിരിക്കും, അവരെ ഗ്രീറ്റ് ചെയ്യുക, ചിരിക്കുക. എന്തായാലും ഞാൻ ഒരാളെ പരിചയപ്പെടുത്തരാം നിങ്ങൾക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ എത്ര ട്രൈബൽ വില്ലേജ് ഉണ്ട്? നമുക്ക് വയനാട്ടിൽ വില്ലേജുകൾ കൂടുതലാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ കേരളത്തിൽ തന്നെ ട്രൈബൽസ് നൂൽപ്പുഴ പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ. ഒരു 100-150 പേരുണ്ടാവും. ഉണ്ടാവും അല്ലേ? ഓ, അപ്പോൾ ആളുകൾ കുറയുന്നുണ്ടോ? അന്ന് ശരിക്കും പല വിഭാഗങ്ങളാണ് ഉള്ളത്. അതിനകത്ത് കുറേ ആൾക്കാർ ഈ കാട്ടുനായ്ക്ക പണി അങ്ങനെയുള്ളവരിലൊക്കെ എണ്ണം കുറയുന്നുണ്ടല്ലേ? പോപ്പുലേഷൻ കുറവാണ്. പോലെയല്ല. ഇതിപ്പോൾ എത്ര കാടുണ്ടാവും? നമ്മുടെ എത്ര കിലോമീറ്റർ? നമുക്ക് പോയി വരുമ്പോൾ 16 കിലോമീറ്റർ വരുന്നത്. 16 കിലോമീറ്റർ. അതിനകത്ത് നമുക്ക് 10 കിലോമീറ്റർ കാട്ടിനകത്തൂടെയും 6 കിലോമീറ്റർ മെയിൻ റോഡിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഒരു റൗണ്ടിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ മാത്രം കണ്ടുവരുന്ന എന്തെങ്കിലും മൃഗങ്ങളുണ്ടോ? ഇവിടെ മാത്രമല്ല, നമ്മൾ ശരിക്കും കേരളത്തിൽ കാണുന്ന എല്ലാ ഇനങ്ങളും. ആന, മാന, മയിൽ, പുലി, കരടി, കരടി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ കാണുക എന്നുള്ളത് നമ്മളെ ഭാഗ്യം. ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ എത്ര സ്റ്റാഫ് ഉണ്ട്? നമുക്ക് ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ തന്നെ ഞങ്ങൾ 22 പേരുണ്ട്. 22 പേരുണ്ട്. അതിൽ ഗൈഡായിട്ട് പോകുന്നു. അതിൽ 22 പേരും ഗൈഡായിട്ട് പല വർക്കുകളും ഇതൊക്കെ ആയിട്ട്. ഗവൺമെന്റ് എംപ്ലോയി അല്ല, ആയിട്ടുള്ള PF കാര്യങ്ങളൊന്നുമില്ല. ഇല്ല, അങ്ങനെയുള്ള ഒന്നുമില്ല. പെൻഷനും കാര്യങ്ങളൊന്നുമില്ല. നമ്മളിത് ഒരു വനസംരക്ഷണ സമിതി എന്നുള്ള ആ സമിതിയിൽ ഉൾപ്പെടുത്തി ഇവിടുത്തെ മേഖലയിലുള്ള നമ്മുടെ ഈ മുത്തങ്ങ ടൈഗറിനോട് ചുറ്റുപറ്റി കിടക്കുന്ന കോളനിവാസികളും കൂടിയാണ് ഞങ്ങൾ. നിങ്ങൾക്ക് ഇവിടെ കടുവ കുറവാണെന്ന് തോന്നുന്നല്ലേ? ഇപ്പൊ വയനാട്ടിൽ, എന്റെ അഭിപ്രായത്തിൽ വയനാട്ടിലാണ് കൂടുതലും കടുവ ആണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ശരിക്കും അതൊക്കെ ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആണ്. ടൈഗർ റിസർവ് അല്ല, എലിഫന്റ് പ്രോജക്റ്റ് ഏരിയയിലായിരിക്കും. സിംഹമല്ല. ഇല്ല. ആന പലതരത്തിലുള്ള ആനയുണ്ട്. നമുക്കിവിടെ മൈസൂർ ആന എന്നറിയപ്പെടുന്ന ആനകളാണ് കൂടുതലായിട്ടുള്ളത്. ഓഹോ. അപ്പം ഈ ട്രൈബൽസിൽ അവർക്ക് എങ്ങനെയാ, അവരെ ഉപജീവന മാർഗം എന്തൊക്കെയാ? അവര്
കൂടുതലും കാട് ആശ്രയിച്ചാണ് ജീവിതം. ഇപ്പോഴും കാട് ആശ്രയിച്ചെന്ന് പറഞ്ഞാൽ തേന്, നെല്ലിക്ക, പൂപ്പല് എന്ന് പറഞ്ഞാൽ ആയുർവേദം മെഡിസിൻസ് ഒക്കെ കളക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള വർക്കുകളാണ്. പിന്നെ ഉള്ളിലുള്ളവരൊക്കെ നമ്മളിപ്പോൾ റീലൊക്കേഷൻ പദ്ധതി പ്രകാരം പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ജീപ്പിന് കുറച്ച് റേറ്റ് കൂടുതലാട്ടോ. അല്ല, അങ്ങനെ പറയരുത്. കാരണം വെച്ചാൽ അവരും ഒരു ഉപജീവന മാർഗമാണ്. ഇതിപ്പോൾ ഇത് മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരും അവരും. പിന്നെ ഒന്നെങ്കിൽ മുകളിൽ ഓപ്പൺ ആക്കണമായിരുന്നു, അങ്ങനെ വല്ലതും ചെയ്യണം. ഇത് ശരിക്കും നമ്മൾ ഇതിനകത്ത് ടാക്സി ജീപ്പുകളാണ്. ടാക്സി ജീപ്പിന് പ്രത്യേക ഒരു അനുമതി വേണം, RTOയുടെ പെർമിഷൻ കൂടെ നമുക്ക് വേണം മോഡിഫൈ ചെയ്യണമെങ്കിൽ. കാരണം ഇങ്ങനെ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് വലിയൊരു ആസ്വാദനം കുറവുണ്ട്. അത് ശരിയാണ്. പല മേഖലയിൽ പോകുമ്പോൾ പലതിൻ്റെയും നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷനൊക്കെ നോക്കണ്ടേ. ഇവിടെ ഒരുപാട് വിലപിടിപ്പുള്ള പല മരങ്ങളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അതിന് ഉള്ളിൽ ഫോറസ്റ്റ് ഉണ്ടാവുമോ? നമ്മളെ സ്റ്റാഫുകളുണ്ട്. CCTV ഒക്കെ വെച്ചിട്ട് ആൻറ്റി പോച്ചിങ് ക്യാമ്പ് ഷെഡുകളുണ്ട്, അതിനകത്ത് നമ്മളെ സ്റ്റാഫുകളുണ്ട്. അതേപോലെ മൃഗങ്ങളുടെ കൗണ്ട് എടുക്കുന്നുണ്ടോ? ഉണ്ട്. കൂടുതൽ ആനയും കടുവയാണ്, കൃത്യമായിട്ടുള്ള രേഖ ഉണ്ടാവും. ഓഹോ. അതേപോലെ കാൽപ്പാടുകൾ നേരത്തെ കാൽപ്പാട് വെച്ചാണ് കൗണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ക്യാമറകൾ വെച്ചിട്ട്, ഓട്ടോമാറ്റിക് ക്യാമറകൾ വെച്ചിട്ട്, സെൻസർ വെച്ചിട്ടൊക്കെ. നിങ്ങൾക്ക് 7 ദിവസം ജോലി ഉണ്ടോ അതോ? നമുക്ക് എല്ലാ ദിവസങ്ങളും ഉണ്ട്. 25 ദിവസമാണ് നമ്മളിവിടെ. 5 ദിവസം ലീവായിരിക്കും. പക്ഷെ എന്താ രാവിലെയും വൈകുന്നേരം മാത്രം ആക്കിയിരിക്കുന്നത്? അവർ ടൈമിംഗ് ആണ് ഉചിതം. അതിരാവിലെ നല്ല മൃഗങ്ങൾ കാണാൻ സാധ്യതയുള്ള 7 മണി മുതൽ 7 മണി തൊട്ട് 10 മണി വരെ. ഉച്ചയ്ക്ക് ശേഷം അതുപോലെ 3 മണി തൊട്ട് 5 മണി വരെ. ആ സമയങ്ങളിലാണ് ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങുന്ന ഒരു സമയം. അങ്ങനെയൊക്കെയുള്ള ടൈം. അപകടങ്ങളെ കുറവാണല്ലേ, മൃഗങ്ങളുടെ ആക്രമണങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവാറില്ല, പൊതുവേ കുറവാണ്. നമ്മൾ ശരിക്കും എന്താ പറയുക, നമ്മൾ വളർത്തു മൃഗങ്ങളിൽ ആക്രമിക്കുന്ന പോലെ ശരിക്കും കാട്ടുമൃഗങ്ങൾ ആക്രമിക്കില്ല. മാത്രമല്ല അതിനുള്ളിൽ കുരങ്ങന്മാർ കുറവാണല്ലോ. അതിൽ കുറേ കാരണക്കാർ നമ്മളാണ്. ആണല്ലേ. നമ്മൾ ഈ ഫുഡ് കൊണ്ടുവരുന്ന ഭക്ഷണമൊക്കെ ഇട്ടുകൊടുത്തൊക്കെയാണ്. എല്ലാം റോഡുകളിലാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച ഹൈവേയിൽ കാണാം, വണ്ടിയൊക്കെ നിർത്തി കഴിഞ്ഞാൽ ഒത്തിരി കുരങ്ങെല്ലാം. ഓക്കെ, അത് പാടില്ല ശരിക്കും. ഓക്കെ, ശരി. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു.